മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസിന്റെ കൈപ്പിടിയിലാണ്. എന്നാൽ വരാൻ പോകുന്ന 2026 തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പിൻഗാമിയായി ആരാകും എത്താൻ പോകുക എന്നതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2026 റംസാന് മുൻപ് തന്നെ ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ അത്തരമൊരു സജ്ജീകരണം ചെയ്യാനാണ് ഇപ്പോൾ ഇടക്കാല സർക്കാരിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് താൻ കത്തെഴുതിയിരിക്കുന്നതെന്നായിരുന്നു മുഹമ്മദ് യൂനസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് വരെ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി യൂനസ് തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനമൊഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മുഹമ്മദ് യൂനസിന് പകരം ഷെയ്ഖ് ഹസീനയുടെ പിൻഗാമിയായി തന്നെ ആരാകും ആ സ്ഥാനത്തേക്ക് എത്തുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. കാരണം ഇടക്കാല സർക്കാരിന് കീഴിൽ വന്ന മുഹമ്മദ് യൂനസ് ആകട്ടെ ഹിന്ദുക്കളുടെ മേൽ വളരെയധികം അടിച്ചമർത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും അവിടെ അക്രമാസക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഉണ്ടായി. 2026 ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടത്താമെന്നായിരുന്നു യൂനസ് ആദ്യം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത് നേരത്തെ ആക്കണമെന്നായിരുന്നു മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തിരുന്നു. ഹസീന രാജ്യം വിട്ടതോടെയായിരുന്നു മുഹമ്മദ് യൂനസ് അധികാരത്തിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ വളരെ ക്രമസമാധാന ചുമതല ഏറ്റെടുത്തിരുന്നത് സൈന്യം തന്നെയായിരുന്നു. ഹസീനയുടെ രാജിക്ക് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം അത് പരിഹരിക്കുവാനും പുതിയ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുവാനും ബംഗ്ലാദേശ് പാർലമെന്റായ ജാതീയ സൻസദ് പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഈ ഒരു പാർട്ടി പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇടക്കാല സർക്കാർ രൂപീകരിക്കും എന്ന് പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനസിനെ ആ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായും നടത്തിയ ചർച്ചകളെ തുടർന്നുകൊണ്ടായിരുന്നു ഈ തീരുമാനം വന്നത്. ഇടക്കാല സർക്കാരിനെ നയിക്കാൻ മുഹമ്മദ് യൂനസ് വരണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുകയും ആവശ്യം യൂനസ് അംഗീകരിച്ചതോടെയായിരുന്നു അദ്ദേഹം ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായി തന്നെ രംഗത്ത് വരുന്നത്. പ്രധാനമന്ത്രിക്ക് തുല്യമാണ് മുഖ്യ ഉപദേഷ്ടാവ് എന്ന പദവി. പ്രതിരോധം, വിദ്യാഭ്യാസം, പൊതുഭരണം, ഊർജം, ലക്ഷ്യം, ജലവിഭവം, അതുപോലെ തന്നെ വിവര ആശയവിനിമയം തുടങ്ങിയ 27 വകുപ്പുകൾ അതിൽ ചുമതല ഈ മുഖ്യ ഉപദേഷ്ടാവ് വഹിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം പൂർണ്ണമായും കൊണ്ടുപോകാൻ സാധിച്ചു എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അധികാരമേറ്റതിനു ശേഷം യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാകട്ടെ 11 പരിഷ്കരണ കമ്മീഷനുകൾ രൂപീകരിച്ചിരുന്നു. അതിലൊന്നാണ് ഭാവി സർക്കാരുകളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയും ഒക്കെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ അതിനുള്ളതായി പറയപ്പെടുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ഒരു സമയക്രമത്തിലും നടപടിക്രമത്തിലും സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് അധികാരം കൈമാറുക എന്ന പ്രാഥമിക നടപടിക്രമം അത് മറന്നുകൊണ്ട് ഇടക്കാല സർക്കാർ രാജ്യത്തിന്റെ വിദേശ നയത്തിലാണ് വലിയ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള നീക്കങ്ങളാണ് ഇടക്കാല സർക്കാർ സ്വീകരിച്ചതും. ഇതിനിടെ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് ഇടക്കാല സർക്കാർ പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാർട്ടി ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അതായത് ഭീകരവിരുദ്ധ നിയമപ്രകാരം ഇവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. ഒറ്റ ദിവസം കൊണ്ട് ഭേദഗതി ചെയ്ത ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരമായിരുന്നു ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. അവാമി ലീഗിനെ നിരോധിക്കണമെന്നും അതുപോലെ ഭീകര സംഘടനയായി പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നാഷണൽ സിറ്റിംഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക സംഘടനകളുടെയും തീവ്ര വലതു പാർട്ടികളുടെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും ഒക്കെ തന്നെ ഒരു പിന്തുണയും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തി തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന. 17.5 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് അവർ 15 വർഷമാണ് ഭരണത്തിലിരുന്നത്. അവരുടെ കീഴിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിച്ചെങ്കിൽ പോലും ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണത്തിൽ ജനങ്ങളിൽ ഒരു വിഭാഗവും അവരുടെ എതിരാളികളായി തന്നെ തുടരുകയായിരുന്നു. അനുയായികൾക്ക് അവർ ഉരുക്ക് വനിതയെന്നായിരുന്നു അറിയപ്പെട്ടത്. ബംഗ്ലാദേശിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. പക്ഷേ വിമർശകർക്ക് അവർ ഏകാധിപതി തന്നെയായിരുന്നു. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തിനെതിരെ ഉടലെടുത്ത എല്ലാത്തരം പ്രതിഷേധങ്ങളെയും അവർ ആയുധം കൊണ്ട് തന്നെ അടിച്ചമർത്തി അതിനെ നേരിടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു നേതാവ് ഇനി
ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്നതാണ് പലരും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം. ആയതിനാൽ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പകരമായി തന്നെ ഷെയ്ഖ് ഹസീനയെ പോലെ തന്നെ അത്രയും ബലവും അത്രയും ശക്തിയുമുള്ള ഒരു നേതാവ് ആരായിട്ട് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ എത്തും, ആ തലപ്പത്തേക്ക് ആരെത്തും എന്ന ചോദ്യങ്ങൾ ഉയർന്നു തന്നെ കേൾക്കുകയാണ്. വരും ദിവസങ്ങളിൽ മാത്രമല്ല 2026 തന്നെ അതിനൊരു ഉത്തരമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.